തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സഭകളുടെ പുനർനിർമ്മാണത്തിനും ഉപദേശത്തിൻ്റെ സ്ഥിരീകരണത്തിനും സഹായകരമായ പഠനങ്ങൾ. അന്യഭാഷകൾ ആർക്കും തിരിച്ചറിയാത്ത ഭാഷകളാണോ? 1 കൊരിന്ത്യർ 14:2 ഈ പഠനം ശ്രദ്ധിച്ചാലും. ഇന്ന് കേൾക്കുന്ന അന്യഭാഷകൾ സംസാരിക്കുന്നവർക്കും കേൾവിക്കാർക്കും ആർക്കും തന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പൊതുവെ നാം കേൾക്കുന്ന മറുപടി ഇങ്ങനെയാണ്: അന്യഭാഷകൾ ആർക്കും തിരിച്ചറിയാനാവാത്ത ഭാഷയാണ്, ഇത് ദൈവത്തോടെ സംസാരിക്കുന്ന പ്രാർത്ഥനാ ഭാഷയാണ്. ഇതിനെ ഒരു തെളിവായിട്ട് സഹോദരങ്ങളെ ബൈബിളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വാക്യമുണ്ട്. 1 കൊരിന്ത്യർ 14:2 അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോടൊക്കെ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്നതാകയാൽ ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഇത് മനുഷ്യർക്ക് ആർക്കും തിരിച്ചറിയാത്ത ഒരു ഭാഷയാണെന്നും പെന്തക്കോസ്ത് സഹോദരങ്ങൾ പൊതുവെ പഠിപ്പിക്കുന്നുണ്ട്. അന്യഭാഷ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാഷയാണോ അല്ലെങ്കിൽ ഭാഷകളാണോ? അതാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ആദ്യമായിട്ട് അന്യഭാഷ തിരിച്ചറിയാൻ കഴിയുന്ന ഭാഷകളായിരുന്നു എന്നുള്ള തിരുവെഴുത്ത് പറയുന്ന വെളിപ്പെടുത്തലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 1 കൊരിന്ത്യർ 14 6 മുതൽ 10 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. 6-ാമത്തെ വാക്യം: സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും? 8-ാമത്തെ വാക്യം: കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആർ ഒരുങ്ങും? 9-ാമത്തെ വാക്യം: അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ. KJV ബൈബിളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ വായിക്കുന്നത് ദി വേസ് ഈസി ടു ബി അണ്ടർസ്റ്റുഡ്, എളുപ്പം മനസ്സിലാകുന്നത്, അതായത് എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന വാക്കുകൾ പറയണമെന്നാണ് അവിടെ അർത്ഥം. ഓശാന ബൈബിളിൻ്റെ പരിഭാഷ ശ്രദ്ധിക്കുക: മനസ്സിലാകാത്ത തരത്തിൽ ഭാഷാവരത്തോടെ സംസാരിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അതുകൊണ്ട് ആർക്കും മനസ്സിലാകില്ല എന്നാണ് പറയുന്നത്. 10-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക: ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തത് അല്ല. കേൾവിക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ച കൊരിന്ത്യരോട് പൗലോസ് പരിഹാസത്തോടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക: നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകുമല്ലോ. 1 കൊരിന്ത്യർ 14:10 വാക്യം. അന്യഭാഷയാണെന്ന നാട്യേന അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നവരോടാണ് പൗലോസ് ഇത് പറയുന്നത്. അവിടെ മറ്റൊരു വാക്കൂടെ പൗലോസ് പറയുന്നുണ്ട്: ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തവയല്ല. ഈ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ അന്യഭാഷകൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. 2-ാമത്തെ കാര്യം, അന്യഭാഷ പറഞ്ഞ ആദ്യത്തെ സംഭവം ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം യെരുശലേമിൽ. അവിടെ കേട്ട അന്യഭാഷകൾ, അതായത് ശിഷ്യന്മാർ പറഞ്ഞ അന്യഭാഷകൾ മനസ്സിലാകാത്തവയായിരുന്നോ? അല്ല. കേൾവിക്കാരുടെ ഭാഷകളിൽ അപ്പോസ്തലന്മാർ അന്ന് അവിടെ സംസാരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അത് കേൾവിക്കാർക്കെല്ലാം അവിടെ ഭാഷയായി തന്നെ മനസ്സിലായി. ആദ്യമായി അന്യഭാഷകൾ സംസാരിച്ചപ്പോൾ കേൾവിക്കാരുടെ പ്രതികരണം എങ്ങനെയുള്ളതായിരുന്നു എന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഓരോരുത്തരും താൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. അതുപോലെ 11-ാമത്തെ വാക്യം: നാം ഈ നമ്മുടെ ഭാഷയിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. 11-ാമത്തെ വാക്യം. അപ്പോൾ അപ്പോസ്തലന്മാർ കൂടി വന്നവരുടെ ഭാഷകളിൽ സംസാരിക്കുകയായിരുന്നു. മറ്റൊന്ന്, ഈ അന്യഭാഷ കിട്ടുന്നതിന് വേണ്ടി അവർ കാത്തിരുന്നില്ല. ഇന്നത്തെ പോലെ ഈ അന്യഭാഷയ്ക്ക് വേണ്ടിയുള്ള ട്യൂട്ടോറിയലുകളിൽ ഈ ശിഷ്യന്മാർ പങ്കെടുത്തില്ല. പുതുഭാഷകളിൽ സംസാരിക്കുമെന്ന് മാത്രമാണ് മർക്കോസ് സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഈ ശിഷ്യന്മാരുടെ അന്യഭാഷയെക്കുറിച്ച് മാത്രം. ഇനി 3-ാമത്തെ ഒരു കാര്യം കൂടെ, അപ്പോസ്തലന്മാർ അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ പുതുവീഞ്ഞ് കുടിച്ചെന്ന് ചില ആൾക്കാർ പരിഹസിച്ചല്ലോ. അത് തിരിച്ചറിയാഞ്ഞിട്ടല്ലേ? പ്രവൃത്തി 2-ന്റെ 11-ാമത്തെ വാക്യം. അത്
ഈ അപ്പോസ്റ്റലന്മാർ സംസാരിച്ച് കൂടി വന്ന വിദേശികളായ മറ്റുള്ള ഭാഷക്കാരായ ആൾക്കാരുടെ ഭാഷകളാണ്. എന്നാൽ തദ്ദേശീയരായ ഈ യഹൂദന്മാർ യെരുശലേമിൽ പാർക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ വ്യത്യസ്ത ഭാഷകൾ മനസ്സിലാകാഞ്ഞത് കൊണ്ടാണ് അങ്ങനെ പരിഹസിച്ചത്, അല്ലാതെ അന്യഭാഷ തിരിച്ചറിയാത്ത ഭാഷയായതുകൊണ്ടല്ല. ഇനി നാലാമത്തെ കാര്യം, അന്യഭാഷ തിരിച്ചറിയാവുന്ന ഭാഷകളാണെന്ന് പെന്തക്കോസ്ത് സഹോദരങ്ങൾ തന്നെ, ഉപദേഷ്ടാക്കൾ തന്നെ പലപ്പോഴും പ്രസ്താവിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്യഭാഷകൾ ആർക്കും തിരിച്ചറിയാത്ത ഭാഷകളാണെന്ന് പൊതുവെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ, വിശ്വസിക്കുമ്പോൾ തന്നെ അന്യഭാഷ യഥാർത്ഥ ഭാഷകളാണ് എന്നുള്ള നിലയിലുള്ള ചില സാക്ഷ്യങ്ങൾ ഇവരുടെ മധ്യത്തിൽ നിന്നും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്രസ്താവനകൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അവിടെയും ഇവിടെയൊക്കെ നടന്ന സംഭവങ്ങളായിരിക്കാം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളായിട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് 1901 ഈ ആഗ്നസ് എൻ ഓസ്മാൻ അമേരിക്കയിലെ കൻസാസ് സിറ്റിയിൽ ടോപ്പക്കയിൽ അന്യഭാഷ പറഞ്ഞപ്പോൾ അത് ചൈനീസ് ഭാഷയായിരുന്ന മണ്ടാരിൻ എന്ന ആ ഭാഷയിലാണ് അവർ സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു മലയാളി അമ്മച്ചി ഗ്രീക്ക് സംസാരിച്ചെന്നും, ഒരു അപ്പച്ചൻ നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ചെന്നും, മറ്റൊരു അമ്മച്ചി കൊറിയൻ ഭാഷയിൽ സംസാരിച്ചെന്നും, അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത വിദേശികളായ ഈ സന്ദർശകർക്ക് അവിടെ ഭാഷകളിൽ ഇത് മനസ്സിലായി എന്നൊക്കെ ചില പാസ്റ്റേഴ്സ് പ്രസംഗിച്ചും ചിലരെ എഴുതിയുമൊക്കെ ഞാൻ വായിച്ചും കേട്ടും എനിക്ക് ഓർമ്മയുണ്ട്. അവിടെയും ഇവിടെയും ഒക്കെ നടന്നു എന്ന് പറയുന്ന ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അതെന്തുമാകട്ടെ, അതല്ല പ്രശ്നം. അപ്പം അവർ ഈ സാക്ഷ്യപ്പെടുത്തലിലൂടെ ഒരു കാര്യം പറയുകയാണ്, അന്യഭാഷ യഥാർത്ഥ ഭാഷയാണ്, ആൾക്കാർക്ക് മനസ്സിലാകാവുന്ന ഭാഷയാണ് എന്നുള്ള ആ തിരുവഴുത്തിലെ സത്യമാണ് അവർ തെറ്റായിട്ടുള്ള നിലയിലാണെങ്കിൽ തന്നെ ആ സാക്ഷ്യത്തിലൂടെ അവരെ വെളിപ്പെടുത്തുന്നത്. അന്യഭാഷ ആർക്കും തിരിച്ചറിയാത്ത ഒരു ഭാഷയാണെന്ന് പറയുകയും അവിടെയും ഇവിടെയും ഒക്കെ അന്യഭാഷകൾ സംസാരിച്ചപ്പോൾ, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർ സംസാരിച്ചപ്പോൾ ഗ്രീക്ക് സംസാരിച്ചു, ഹീബ്രു സംസാരിച്ചു, കൊറിയൻ ഭാഷ സംസാരിച്ചു, ഇംഗ്ലീഷ് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് തങ്ങൾ പഠിപ്പിച്ചു വരുന്ന ആ ഉപദേശ പ്രമാണങ്ങളിൽ നിന്നുള്ള ഒരു വിരുദ്ധമായ ഒരു നിലപാടാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് കൊരിന്ത്യരോട് സംസാരിച്ചത് സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്ത് എന്ന് പറയുകയില്ലയോ? ഇത് 14:23 വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ 1 കൊരിന്ത്യർ 14:2 വാക്യം എന്താണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി പരിശോധിക്കാൻ പോവുകയാണ്. അപ്പൊ അന്യഭാഷ തിരിച്ചറിയാത്ത ഭാഷയാണോ? അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഈ വാക്യത്തെക്കുറിച്ച് വിവിധമായ അഭിപ്രായങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് ഞാൻ സംക്ഷിപ്തമായി വളരെ വേഗം ഒന്ന് വിവരിക്കാം. ഇതിൽ എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യം ഏതാണെന്ന് ഞാൻ പറയുകയും ചെയ്യാം. എൻ്റെ അഭിപ്രായം ഞാൻ വെറുതെ പറയുന്നതല്ല, തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്തുണയോടെയാണ് ഞാൻ ആ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. എൻ്റെ കേൾവിക്കാർക്ക് അത് ശരിയാണ് എന്ന് തോന്നുമെങ്കിൽ സ്വീകരിക്കാം. എനിക്ക് അതിൽ യാതൊരു ശാഠ്യവുമില്ല. വചനത്തിൻ്റെ പിൻബലത്തോടെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, തള്ളിക്കളയുകയും ചെയ്യാം. ഒന്നാമത്തെ അഭിപ്രായം, ഈ വാക്യത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം, ദൈവത്തിന് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന, മനസ്സിലാകാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനാ ഭാഷയാണ് ഇത്. മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുക. ഇതാണ് പൊതുവെ പെന്തക്കോസ്ത് സമൂഹങ്ങൾ ഈ 1 കൊരിന്ത്യർ 14:2 വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത്, ഇത് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന കുരിന്തി വിശ്വാസികളുടെ ഇടയിലേക്ക്, സഭയിലേക്ക് മറ്റുള്ള ഭാഷക്കാരായ ആൾക്കാർ വരുമായിരുന്നു, സന്ദർശകരായും മറ്റും. ഉദാഹരണത്തിന് അരമായ ഭാഷയും അതുപോലെ എബ്രായ ഭാഷയും ഒക്കെ സംസാരിക്കുന്ന യഹൂദരും മറ്റുള്ള ആൾക്കാരുമൊക്കെ, സഞ്ചാരികളൊക്കെ ഈ സഭയിൽ വരുമായിരുന്നു. അവർ വരുമ്പോൾ അവരുടെ ഭാഷകളിൽ അവർ സംസാരിക്കുമ്പോൾ ഈ തദ്ദേശീയരായ ആ സഭയിലുള്ള ഗ്രീക്ക് ഭാഷ മാത്രം അറിയാവുന്ന കൊരിന്ത്യർക്ക് ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് അവിടെ അത് ദൈവത്തിന് മാത്രമേ ആ ഭാഷകൾ തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് ചില ആൾക്കാർ ആ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഇനി മൂന്നാമത്തെ അഭിപ്രായം എന്താണ് എന്ന് ഞാൻ ഓർമ്മിക്കാം. വ്യാഖ്യാനിയുടെ അഭാവത്തിൽ അന്യഭാഷ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ 1 കൊരിന്ത്യർ 14:2 വാക്യം. അത് ഞാനത് വിശദീകരിക്കാം. ഇതാണ് എൻ്റെ അഭിപ്രായം. 1 കൊരിന്ത്യർ 14:2 ബന്ധത്തിൽ ഉള്ള എൻ്റെ നിലപാട് ഇതാണ് എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ പ്രസ്താവിക്കുകയാണ്. ഒരു സഭ എന്ന നിലയിൽ അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്
കുരിന്ത് സഭയിൽ മാത്രമാണ്, മറ്റൊരു സഭയിലും അത് പറഞ്ഞിട്ടില്ല. ലേഖനങ്ങളുടെ ശരിയായ പഠനത്തിന് ആ ലേഖനങ്ങളുടെ ചരിത്ര പശ്ചാത്തലം പഠിക്കേണ്ടതും ഏറ്റവും നല്ലതാണ്, അത് പ്രയോജനമാണ്. അന്യഭാഷയെ ഒരു വിഗ്രഹമായി കണ്ടിരുന്ന അനേക പ്രിയപ്പെട്ടവർ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. 1 കൊരിന്ത്യർ 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ പഠിച്ചാൽ പൗലോസ് അന്യഭാഷ പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, നിരുത്സാഹപ്പെടുത്തുകയാണ് എന്നത് വളരെ വ്യക്തമാണ്. അന്യഭാഷ കൊരിന്ത് സഭയിൽ മാത്രം ഒരു വലിയ വിവാദമാകുവാനുള്ള കാരണം കൊരിന്ത്യ വിശ്വാസികളുടെ പശ്ചാത്തലമാണ്. അവർ വിശ്വാസത്തിലേക്ക് വന്ന അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന അവരുടെ പശ്ചാത്തലമാണ്. കൊരിന്തിലെ ആഫ്രോഡൈറ്റ് അഥവാ വീനസ് ദേവിയുടെ നാമത്തിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, പ്രസിദ്ധമായ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ദേവദാസന്മാരും അതുപോലെ ദേവദാസികളും, അതായത് ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അവരും അന്യഭാഷകൾ പറയുമായിരുന്നു. ബൈബിളിൽ പറയുന്ന അന്യഭാഷയല്ല, ഇന്ന് നമ്മൾ പല സമൂഹങ്ങൾ കേൾക്കുന്ന പോലെ അന്യഭാഷകൾ പറയുമായിരുന്നു. ഇന്ന് സാത്താൻ സഭക്കാരും അതുപോലെ മോർമോൺസും ബൈബിളിൽ നിന്നും വളരെ അകന്ന് സഞ്ചരിക്കുന്നവരുമെല്ലാം അന്യഭാഷ പറയുന്നുണ്ട് എന്നുള്ളത് എൻ്റെ കേൾവിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോകത്തിലെ ഒട്ടുമിക്ക ക്രൈസ്തവേതര മതങ്ങളിലും സമൂഹങ്ങളിലും അന്യഭാഷയുണ്ട്. കത്തോലിക്ക കരിസ്മാറ്റിക് കൂട്ടങ്ങളും അന്യഭാഷ പറയുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. IPC സഭയുടെ പ്രസിദ്ധീകരണമായിരുന്ന സിയോൻ കാഹളം ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഡീസൻ ആറാമട എന്ന ഒരു വ്യക്തി, ഒരു പിതാവ് എഴുതിയ ഒരു ലേഖനം എനിക്ക് ഓർമ്മയുണ്ട്. കരിസ്മാറ്റുകളുടെ അന്യഭാഷ ശരിയാണ് എങ്കിൽ, അത് ആത്മാവ് നൽകിയതാണ് എങ്കിൽ, കത്തോലിക്ക സഭയാൽ രക്തസാക്ഷികളായവരുടെ അവരുടെ ആത്മാക്കളോട് ദൈവം ക്ഷമ ചോദിക്കണം എന്നാണ് അദ്ദേഹം അന്ന് എഴുതിയത്. ആ ലേഖനത്തിന്റെ ടൈറ്റിൽ ഞാൻ ഓർക്കുന്നു, ഭഗവാൻ കാലുമാറിയെന്നു. ആ ലേഖനം ഒരു IPC സഭയുടെ മാസികയിൽ വന്ന ഒരു ലേഖനമാണ്. അപ്പൊ ഇത് അദ്ദേഹം പറയുന്നതുകൊണ്ട് മാത്രമല്ല, ഈ കരിസ്മാറ്റിക് അന്യഭാഷകൾ വചനവിരുദ്ധമായിട്ടുള്ളതാണ്, അവരെ ദൈവത്തിൽ നിന്ന് എത്രയോ അകന്നവരാണ്. അപ്പൊ ഈ സുവിശേഷം അംഗീകരിക്കാത്ത അനേക ആൾക്കാർ, അല്ലെങ്കിൽ ദൈവവചനം ശരിയായ നിലയിൽ വിശ്വസിക്കാത്ത അനേക ആൾക്കാർ ഇന്ന് ആ സമൂഹങ്ങളിലൊക്കെ അന്യഭാഷകളുണ്ട്. അപ്പൊ ഈ അന്യഭാഷകൾ എന്ന കൃപാവരത്തെ ദുർവിനിയോഗം ചെയ്ത കൊരിന്ത്യരെ തിരുത്തുകയാണ് പൗലോസ് 1 കൊരിന്ത്യർ 14 എത്ര ശക്തമായ ഭാഷയിലാണ് അന്യഭാഷ ഉപയോഗത്തെ പൗലോസെ വിമർശിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടെ പൗലോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 1 കൊരിന്ത്യർ 14:23 സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ ആത്മപരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഭ്രാന്ത് എന്ന് പറയുകയില്ലയോ. 1 കൊരിന്ത്യർ 14:23. അപ്പൊ സഭയിൽ എങ്ങനെ അന്യഭാഷാപരം ഉപയോഗിക്കണം എന്ന നിർദ്ദേശമാണ് 1 കൊരിന്ത്യർ 14 നമുക്ക് മുൻപിൽ വയ്ക്കുന്നത്, അല്ലെങ്കിൽ പൗലോസ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്കായി പ്രയോജനപ്പെടണം. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ നിർബന്ധമാണ്. പൗലോസ് അതാണ് ആ അധ്യായത്തിൽ വിശദമായി വ്യക്തമാക്കുന്നത്. അപ്പൊ അന്യഭാഷ പറയുന്നുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ആ ഭാഗത്ത് നിന്നും റീഡ് ചെയ്യാം. 1 കൊരിന്ത്യർ 14:26 മുതൽ 28 വരെ വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഒരു സങ്കീർത്തനമുണ്ട്, ഒരു ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. അതിന്റെ 27ാമത്തെ വാക്യം, അന്യഭാഷകൾ സംസാരിക്കുന്നു എങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ട്. ഈ പ്രമാണമൊക്കെ ഏത് കൂട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ അനുസരിക്കുന്നത് എന്ന് പരിശോധിക്കുക. 28ാമത്തെ വാക്യം, വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അപ്പൊ അന്യഭാഷ അവ്യക്ത ശബ്ദങ്ങളല്ല, ഭാഷകളായതുകൊണ്ടാണ് അത് വ്യാഖ്യാനിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ 1 കൊരിന്ത്യർ 14:2 ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്യഭാഷ തിരിച്ചറിയാത്ത ഭാഷയാണ് എന്നുള്ള കാര്യം ചില സഹോദരങ്ങൾ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ചില വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ശബ്ദം പറഞ്ഞിട്ട് ഇത് അന്യഭാഷയാണ് എന്ന് ഈ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. 1 കൊരിന്ത്യർ 14:28 വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. സഭയിൽ വ്യാഖ്യാനി ഇല്ലാതെ അന്യഭാഷ പറയാൻ പാടില്ലായിരുന്നു. വ്യാഖ്യാനി ഇല്ലാത്തപ്പോൾ മിണ്ടാതെ തന്നോടും അതുപോലെ ദൈവത്തോടും സംസാരിക്കട്ടെ. 1 കൊരിന്ത്യർ 14:2 വാക്യത്തിൽ വ്യാഖ്യാനിയുടെ അഭാവത്തിൽ ഒരു അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും അതുപോലെ ദൈവത്തോടും സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്.
ഈ 1 കൊരിന്ത്യർ 14 രണ്ടാമത്തെ വാക്യം നിങ്ങൾ ഗ്രീക്ക് ലെക്സിക്കന്റെ സഹായത്തോടെ ഒന്ന് പരിശോധിക്കുക. ഞാൻ ഒരു പിക്ചർ നിങ്ങൾക്ക് തരാം. ആ വാക്യം ശ്രദ്ധിച്ചാൽ അത് വളരെ വ്യക്തമാണ്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള 1 കൊരിന്ത്യർ 14:2 അവിടെ അങ്ങനെ ഒരു വാക്ക് അവിടെ വായിക്കുന്നില്ല. ആരും കേൾക്കുന്നില്ലല്ലോ, നോ വൺ ഫോർ ഹിയേഴ്സ് എന്നാണ് വായിക്കുന്നത്. അക്വേ എന്ന വാക്കാണ് ടു ഹിയർ, കേൾക്കുക എന്നതിനെ ഉപയോഗിച്ചത്. അവിടെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നല്ല, മനസ്സിലാക്കുന്നില്ലല്ലോ എന്നല്ല, ആരും കേൾക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? വ്യാഖ്യാനിയുടെ അഭാവത്തിൽ അന്യഭാഷ പറഞ്ഞിരുന്ന ആ സാഹചര്യങ്ങളിൽ അമ്മ മിണ്ടാതെ എന്ത് ചെയ്യുക? ദൈവത്തോടും തന്നോടും സംസാരിക്കാം. ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ഉള്ളതല്ല ശരിയായ പരിഭാഷ, ആരും കേൾക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അതുപോലെ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഏറ്റവും പ്രശസ്തനായിരുന്ന തിയോളജനായിരുന്നു ഗോർഡൻ ഫീ എന്ന് പറയുന്ന ദേവദാസൻ. അദ്ദേഹം ഒരു അമേരിക്കൻ കനേഡിയൻകാരനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കുരിന്ത് ലേഖനത്തിന്റെ കമന്ററിയിലും അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഈ അന്യഭാഷ തിരിച്ചറിയാത്ത ഭാഷയല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവന് മനുഷ്യരോടല്ല ദൈവത്തോടെ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള ആ ഭാഷാന്തരം അല്ലെങ്കിൽ ആ പ്രസ്താവനയാണ് അനേകർക്ക് ഈ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. അന്യഭാഷ എന്ന് പറയുന്നത് വേദോസ്തത്തിൽ പറഞ്ഞിട്ടുള്ള അന്യഭാഷകൾ മനുഷ്യരുടെ ഭാഷകളായിരുന്നു, നിലവിലുള്ള ഭാഷകളായിരുന്നു. തൻ്റെ സ്വന്തമല്ലാത്ത ഒരു ഭാഷ സംസാരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ അന്ന് നൽകിയ ഒരു വരമാണ് അന്യഭാഷ വരം. ഇതൊരു അടയാള വരമായിരുന്നു. ആ അടയാളത്തിൻ്റെ വലിയൊരു പ്രവർത്തനമാണ് ഈ അന്യഭാഷ ആരംഭിച്ച ആദ്യത്തെ സമയം മുതൽ നമ്മളെ കാണുന്നത്. അന്യഭാഷ ഒരു അടയാളമായിരുന്നു. അതൊരാൾ രക്ഷിക്കപ്പെട്ടതെന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് ആത്മാവ് ലഭിച്ചു എന്നതിൻ്റെ അടയാളമല്ല, അത് അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. അതുപോലെ എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പൗലോസ് ഇത് പറയുന്നുണ്ട്. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ ദൈവത്തിന്റെ വചനം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. ഇന്ന് നമ്മൾ ദൈവം പഠിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ അതിനെ നമ്മെ സഹായിപ്പാൻ വേണ്ടി അതിന് അടിസ്ഥാനമായി ദൈവവചനമുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഈ ദൈവവചനം, ഈ രക്ഷയെ ഉറപ്പിക്കുവാൻ ദൈവം നൽകിയ പല വരങ്ങളിൽ, അത്ഭുത വരങ്ങളിൽ ഒരു വരമായിരുന്നു ഈ അന്യഭാഷ എന്നുള്ളത് തിരിച്ചറിയുക. ഇത് നല്ലൊരു വരമായിരുന്നു, അത് അടയാളമായിരുന്നു. അന്യഭാഷകളിലൂടെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചിരുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ അന്യഭാഷകൾ ഇത് ആർക്കും തിരിച്ചറിയാത്ത ഭാഷയാണ്, ഇത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഭാഷയാണ്, ഞങ്ങൾ ആ ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുകയാണ് എന്ന് പറയുന്നത് വചനത്തിന് വളരെ അകന്നുള്ള ഒരു വ്യാഖ്യാനമാണ്, ഒരു ചിന്താഗതിയാണ്. ഇത് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, എനിക്ക് ഞാൻ ഈ വേദപുസ്തകത്തിലെ ചില സത്യങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാരെ ഈ എൻ്റെ വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്ന് ഈ സഹോദരന്മാർ തന്നെ ഈ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്നൊക്കെ പറയുന്ന ഈ സഹോദരന്മാർ വന്ന് വളരെ മോശമായ ചീത്ത വരെയും വിളിക്കുന്നത് അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. സഹോദരന്മാരെ, അത് ചെയ്യരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ നമുക്ക് ശരിക്കാം. ഞാൻ ആരെയും മോശമായി കാണിക്കുകയില്ല. തിരിച്ചറിവില്ല. നമുക്ക് പലപ്പോഴും നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം. നമ്മളൊക്കെ പലപ്പോഴും സഭയുടെ ഒരു ഫ്രെയിമിൽ നിന്നാണ് പലപ്പോഴും ചില കാര്യങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് വന്ന ചില വീഴ്ചകളാണ്. ഇത് ശരിയാണ് എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കണം എന്നുള്ള യാതൊരു ഷാഠ്യവും നിർബന്ധവും എനിക്കില്ല. ഇത് സ്വീകാര്യമാണ് എങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, ഇല്ല എങ്കിൽ തിരസ്കരിക്കുക. ഇത് ഒരു സ്നേഹത്തിൽ നമുക്ക് പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിനും വ്യക്തമായി പഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ കൃപ നൽകട്ടെ. ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.